നമസ്കാരം. ശബരിമല ദ്വാരപാലക ശില്പപാളിയിൽ നിന്ന് സ്വർണം കവർന്ന കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ വീട്ടിലെ SIT പരിശോധനയിൽ ഒന്നും കിട്ടിയില്ല. തെളിവുകളെല്ലാം നേരത്തെ വീട്ടിൽ നിന്ന് മാറ്റിയെന്നാണ് സൂചന. സ്വർണം ഇയാൾ ബെല്ലാരിയിലുള്ള സ്വർണ്ണ വ്യാപാരിക്ക് വിറ്റതായി വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 476 ഗ്രാം സ്വർണം ബെല്ലാരിയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. സ്വർണം റാന്നി കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് ബംഗളൂരുവിലെത്തിയ പ്രത്യേക അന്വേഷക സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരു ശ്രീറാംപുരയിലെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. അതിനിടെ ബംഗളൂരുവിലെ വമ്പൻ സ്വർണ്ണക്കടയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ടെന്ന വിവരം പുറത്തുവന്നു. ശതകോടീശ്വരനാണ് ഈ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിലേക്ക് അന്വേഷണം നീളാതിരിക്കാനാണ് ചില കേന്ദ്രങ്ങളുടെ നീക്കം. ഈ സ്വർണ്ണക്കട മുതലാളിയുടെ പേരിൽ ശബരിമലയിൽ പലതും ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ട്. ഈ മുതലാളിക്കെതിരെ കർണാടക പോലീസും കേസുകളെടുത്ത ചരിത്രമുണ്ട്. അറസ്റ്റിലാവുകയും ചെയ്തു. എന്നാൽ ഈ മുതലാളിയുടെ പങ്കിനെക്കുറിച്ച് അന്വേഷണം നീളുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം കരുതലെടുത്താണ് മൊഴി നൽകുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിലെ ഗോവർദ്ധനെ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. കർണാടകയിലെ ബെല്ലാരി സ്വദേശിയായ ജ്വല്ലറി ഉടമയാണ് ഗോവർദ്ധൻ. ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൊതിയാൻ വേണ്ടി സ്വർണം വഴിപാടായി നൽകിയത് താനാണെന്ന് ഗോവർദ്ധൻ സമ്മതിച്ചിരുന്നു. അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ കിട്ടിയ അവസരം പുണ്യമായി കരുതിയാണ് ഇത് ചെയ്തതെന്നായിരുന്നു വിശദീകരണം. വർഷങ്ങളായി തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്ന് ഗോവർദ്ധൻ സമ്മതിച്ചിരുന്നു. കൃത്യമായി ഓർക്കുന്നില്ലെങ്കിലും 2012 2013 ആണ് ശ്രീരാമപുരം അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെട്ടതെന്നും മൊഴി നൽകിയിരുന്നു. ബെല്ലാരിയിലാണ് ഗോവർദ്ധന്റെ കട. താൻ 2000 മുതൽ എല്ലാ വർഷവും മുടങ്ങാതെ ശബരിമലയിൽ ദർശനത്തിനായി പോകുന്ന ഒരു അയ്യപ്പ ഭക്തനാണെന്നും 2018 നവംബറോടെയാണ് പുതിയ സ്വർണം പൂശിയ വാതിൽ നിർമ്മിക്കാൻ തനിക്ക് അവസരം ലഭിച്ചതെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. പുതിയ വാതിൽ 2019 മാർച്ചിലാണ് പൂർത്തിയാക്കിയതെന്നും 2019 മാർച്ചിൽ താനത് അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് സംഭാവന ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗോവർദ്ധൻ 321 ഗ്രാം സ്വർണ്ണമാണ് നൽകിയിരുന്നത്. ആദ്യഘട്ടത്തിൽ 200 ഗ്രാമും പിന്നീട് 121 ഗ്രാം സ്വർണവുമാണ് കൈമാറിയതെന്ന് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഇതിൽ വാതിലിൽ എത്ര സ്വർണ്ണമുണ്ടെന്നതാണ് നിർണായകം. രോദം ജ്വല്ലറി ഉടമയാണ് ഗോവർദ്ധൻ. ഇതേ കടയിൽ നിന്നാണ് ഇപ്പോൾ സ്വർണം കിട്ടുന്നത്. കർണാടകത്തിലെ ബെല്ലാരിയിലുള്ള സ്വർണ്ണ വ്യാപാരിക്ക് വിറ്റുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തെളിവെടുപ്പിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം ബംഗളൂരുവിലെത്തിയത്. ഇയാളെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചും തെളിവെടുക്കും. ശില്പപാളിയിലെ 476 ഗ്രാം സ്വർണം കവർന്നെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. കേസിൽ കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ അറസ്റ്റും വൈകാതെ ഉണ്ടാകും. 2 കേസുകളിലായി പ്രതിപട്ടികയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവുമാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളവർ. ശില്പപാളിയിലെ സ്വർണ്ണമോഷണ കേസിൽ മുരാരി ബാബു 2ാം പ്രതിയും കട്ടിളപ്പടിയിലെ സ്വർണം കവർന്ന കേസിൽ 6ാം പ്രതിയുമാണ്. തട്ടിപ്പിനായി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുരാരി ബാബു ഗൂഢാലോചന നടത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിപട്ടികയിലുള്ള മറ്റുള്ളവരെ ചോദ്യം ചെയ്യുന്നതോടെ ഗൂഢാലോചനയിൽ ആരൊക്കെ ഉൾപ്പെട്ടു എന്ന വിവരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ദ്വാരപാലക ശില്പത്തിലെയും വാതിൽപ്പടിയിലെയും സ്വർണ്ണമോഷണത്തിൽ പ്രത്യേകം FIRകളാണ് SIT രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇരു കേസുകളിലും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. കവർച്ച, വിശ്വാസവഞ്ചന, ഗൂഢാലോചന എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. മുൻ ദേവസ്വം ഉദ്യോഗസ്ഥരായിരുന്ന മുരാരി ബാബു, സുനിൽ കുമാർ, D സുധീഷ് കുമാർ, R ജയശ്രീ, KS ബൈജു, RG രാധാകൃഷ്ണൻ, രാജേന്ദ്ര പ്രസാദ്, രാജേന്ദ്രൻ നായർ, ശ്രീകുമാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതിപട്ടികയിൽ ഗോവർദ്ധൻ വരുമോ എന്നറിയില്ല. ഗോവർദ്ധനെ മാപ്പ് സാക്ഷിയാക്കാനും ആലോചനയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായ കണ്ടെത്തലാണ് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് കൈമാറിയ സ്വർണ്ണമാണ് കേസിൽ SIT കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം SP ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തി സ്വർണ്ണക്കട്ടുകളാണ് കണ്ടെടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങളും കണ്ടെത്തിയിരുന്നു. പുളിമാത്ത് വീട്ടിൽ നിന്നാണ് ഈ സ്വർണ്ണ നാണയങ്ങൾ കണ്ടെടുത്തത്. 2 ലക്ഷത്തോളം രൂപയും കണ്ടെത്തിയിട്ടുണ്ട്. ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിലടക്കം കേന്ദ്രീകരിച്ച് SIT പരിശോധന നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ നടത്തിയ പരിശോധനയിൽ സ്വർണം കണ്ടെത്തിയത്.